ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ ഹെഡായിട്ടുള്ള ശ്രീ സൂരജ് നായർ സാറാണ്. സാർ ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് അനില. യെസ്, ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് അപ്ഡേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ഇന്നിപ്പോൾ മാർക്കറ്റ് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു സെപ്റ്റംബർ സീരീസ് ആരംഭിച്ചപ്പോൾ എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. പൊതുവെ വിപണിയെ സംബന്ധിച്ച് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിലും ഒരു ഓവർ വാല്യൂഡ് സ്റ്റേറ്റിൽ നിന്നും ഒരു ഫെയർ വാല്യൂഷൻ എന്നൊരു പാത്തിലേക്ക് ഇന്ത്യൻ വിപണി കടക്കുന്നു എന്നാണ് പല അനലിസ്റ്റുകളും മുന്നോട്ടേക്ക് വിശ്വസിക്കുന്നത്. അതിനോടൊപ്പം തന്നെ GSTയിൽ ആനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഇനി നാളെ നടക്കാനിരിക്കുന്നു സെപ്റ്റംബർ 3-4 തീയതികളിലായിട്ട് നടക്കാനിരിക്കുന്ന GST കൗൺസിൽ യോഗത്തിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെയും ഡൊമസ്റ്റിക് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ, അതിനോടൊപ്പം വളരെ ശക്തമായിട്ടൊരു ഫെസ്റ്റീവ് ഡിമാൻഡ്, വളരെ ഫെയർ ആയിട്ടുള്ളൊരു മൺസൂൺ തുടങ്ങിയൊക്കെ ഇന്ത്യൻ ഇക്കോണമിക്ക് ഡൊമസ്റ്റിക്കലി ഒരു ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ ഒരു കറക്ഷൻ പോയിന്റ് നിൽക്കുന്ന ഒരു ഓഹരി സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു പോസിറ്റീവ് ടോണിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സംജാതമായിരിക്കുന്നു എന്നാണ് പല അനലിസ്റ്റുകളുടെയും ഒരു വ്യൂ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ 24,600 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല 24,670 എന്നൊരു റേഞ്ചിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 24,631.35 എന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഡേ ഹൈ ആയിട്ട് ആദ്യത്തെ 15 മിനിറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,685.85 എന്നൊരു നിലയുമാണ്. സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണെങ്കിലും പൊതുവെ ഒരു മിക്സഡ് ബാഗ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു മുന്നേറ്റത്തിൽ ഓട്ടോ ഓഹരികളായിരുന്നു ഏറ്റവും ശക്തമായിട്ടൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടോ സെയിൽസ് കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിക്സഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ഭൂരിഭാഗം കമ്പനികളും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ട്രംപിൻ്റെ പ്രകോപനങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഒരു വൺ സൈഡ് ഡിസാസ്റ്റർ ആയിട്ടാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ട്രംപിൻ്റെ മറ്റൊരു അഡ്വൈസറായിട്ടുള്ള നവാരോയുടെ അഭിപ്രായം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയെ മഹാരാജ ഓഫ് താരിഫ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും പ്രകോപനങ്ങൾ US-ൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും തന്നെ ഇന്ത്യയുടെ നയതന്ത്രങ്ങളിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ തുടരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത്. സുരേഷ് സാർ, ഇന്നിപ്പോൾ നമുക്ക് നോക്കുകയാണെന്നെങ്കിൽ ഇന്നലെ US മാർക്കറ്റ് അവധിയിലായിരുന്നു. പക്ഷേ ഈ ഒരു US-ൻ്റെ ഭാഗത്ത് നിന്നല്ലേ US-ലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അനിൽ, ആക്ച്വലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. അതായത് മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട് വന്നു, അതായത് റിതം ദേശായി. അതിൽ ഇന്ത്യ കവറേജ് റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് ഇസ് അറ്റ് ഇൻഫ്ലക്ഷൻ പോയിന്റിൽ നല്ല രീതിയിൽ പഴുത്ത് നിൽക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ഇനി വരാൻ പോകുന്ന ഒരുപാട് പോസിറ്റീവുകളെ കണ്ണും പൂട്ടിയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ആ വരാൻ പോകുന്ന പോസിറ്റീവ് ഇമ്പറ്റസിനെ മാർക്കറ്റ് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പിവട്ടൽ മൊമെൻ്റ് ആണ് ഇന്ത്യയുടെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം. അതുകൊണ്ട് അതിൻ്റെ ഒരു കൺട്രിയുടെ ഒരു ഇംപ്രൂവിങ് ഫണ്ടമെൻ്റൽസോ അല്ലെങ്കിൽ ഒരു ഏർണിങ്സ് റിക്കവറിയോ മാർക്കറ്റ് കാണാതെ പോകുന്നു എന്നുള്ളതാണ് മോർഗൻ സ്റ്റാൻലി പറഞ്ഞേക്കുന്നത്. അതിൽ റിതം ദേശായി പ്രത്യേകിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ദേ ഹാവ് എ കമ്പല്ലിങ് റീസൺ ഫോർ എ റീറേറ്റിംഗ് ഇൻ എൻ ഇന്ത്യൻ മാർക്കറ്റ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് സെറ്റ് ഫോർ എ ഗ്രാൻഡ് റീറേറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ടിൻ്റെ ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും അതിനകത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവർ നമ്മളോടൊരു കമ്മ്യൂണിക്കേഷൻ തരികയാണ് മോർഗൻ സ്റ്റാൻലി. യു ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് ഇന്ത്യാസ് ഗ്രോത്ത് സൈക്കിൾ. ആൻഡ് അവർ പറയുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സെൻസെക്സിൻ്റെ ടാർഗറ്റ് ബൈ അറൌണ്ട് ജൂൺ 2026 1 lakh ആവും എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പറഞ്ഞേക്കണമെന്നുള്ള. വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള റിപ്പോർട്ടാണ് മോർഗൻ സ്റ്റാൻലിയുടെ, പ്രത്യേകിച്ച് റിതം ദേശായി. ആ റിതം ദേശായിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസും ഒക്കെ പല പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ വന്നിരുന്നു. ആൻഡ് ഹീ റിമെയിൻസ് staunch bullish on Indian equities എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ ടാരിഫിൻ്റെ കാര്യത്തിൽ പോകുന്നതിന് മുമ്പ് ഈ പീറ്റർ
നവാരോ പറഞ്ഞല്ലോ അല്ലെ, മഹാരാജ ഓഫ് ടാരിഫ്സ്. സി അനില, നമ്മളിപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ്. ഈ സ്പെഷ്യൽ സിറ്റുവേഷൻ ടൈഡ് ഓവർ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് പ്രയത്നിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത് ഗവൺമെൻറ്റും ഒപ്പോസിഷനും എൻറ്റയർ പൊളിറ്റിക്കൽ സ്പെക്ട്രവും പിന്നെ ബ്യൂറോക്രസിയും പിന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ മിനിസ്ട്രീസും നമ്മുടെ പത്രമാധ്യമങ്ങളും നമ്മളെപ്പോലത്തെ സിറ്റിസൺസും ഒക്കെ കൈകോർത്ത് നിന്ന് വേണം നമ്മൾ ഈ സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അത് മാത്രമല്ല, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു 6 months ഡൗൺ ദ ലൈൻ നമ്മളും US തമ്മിലുള്ള കുറേ പാച്ചപ്പ് ഒക്കെ നടക്കും. എത്രയാണ് ടാരിഫ് ഫിഗർ ഒന്നും വരില്ല, ബട്ട് ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ്. അതായത് യൂണിവേഴ്സ് വിൽ കൺസ്പയർ ടു ഗിവ് us എ സൊല്യൂഷൻ. അതായത് ഇന്ത്യക്കും US-നും ഒരിക്കലും രണ്ട് ദിശയിലേക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള കൺട്രിയാണ്. ബട്ട് പീറ്റർ നവാറോ പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എതിർപ്പുണ്ട്. കാര്യം പീറ്റർ നവാറോ കുറച്ചുകൂടി ഒരു കാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആ ബ്രാഹ്മിൻ സ്റ്റേറ്റ്മെൻറ്റ് വരെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞില്ലേ, മഹാരാജ ഓഫ് ടാരിഫ്, അത് സത്യം തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മിക്ക ഗുഡ്സിനും പുറത്തുനിന്നുള്ള ഗുഡ്സിനും ഒരു റെസ്ട്രിക്ഷൻസ് നമ്മൾ വച്ചിരുന്നു എന്നുള്ള. 1990s വരെ അത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മളിവിടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന് അപ്പുറത്ത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, പണ്ട് നമ്മുടെ പ്രണോയ് റോയെ അറിയോ? NDTVയുടെ പ്രണോയ് റോയ്, പണ്ട് അദ്ദേഹം വേൾഡ് ദിസ് വീക്ക് എന്ന് പറഞ്ഞ ദൂരദർശനിലെ പ്രോഗ്രാം എയർ ചെയ്തിരുന്നു. അദ്ദേഹം ഈ NDTVയുടെ ഒരു പരിപാടിയിൽ, എനിക്ക് തോന്നുന്നു ഏതോ ഒരു സിമ്പോസിയത്തിലാണെന്ന് തോന്നുന്നു, പുള്ളി പറഞ്ഞു വെച്ചാൽ, ഞാൻ ഡിസ്കഷൻ നടത്തുമ്പോൾ എൻ്റെ കൂടെ പാനലിൽ ഒരുപാട് ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഉണ്ടാവും. കോർപ്പറേറ്റിൻ്റെ നേതാക്കന്മാർ, അത് ഫാമിലീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ വന്നിരുന്ന് സംസാരിച്ചിട്ട് നമ്മൾ പറയും ഗ്ലോബലൈസേഷൻ നല്ലതാണ്, ലിബറലൈസേഷൻ നല്ലതാണ്, നമ്മൾ ഇന്ത്യ ഓപ്പൺ അപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ഇന്ത്യ ഗ്ലോബൽ ലെവലിലേക്ക് വരുള്ളൂ എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഈ ഇൻ്റർവെൽ പോകുമ്പോൾ, അതായത് നമ്മൾ ഈ ബ്രേക്കിന് പോകുമ്പോൾ അവർ പ്രണോയ് റോയുടെ അടുത്ത് കമൻറ്റ് ചെയ്യുമ്പോലും, അത് പ്രണോയ് റോ തന്നെ പറഞ്ഞാണ്, പ്രണോയ് റോയുടെ അടുത്ത് കമൻറ്റ് ചെയ്യുമ്പോലും, അതായത് എൻ്റെ ബിസിനസ് അങ്ങനെയല്ല, എൻ്റെ ബിസിനസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ബിസിനസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ എല്ലാ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള എല്ലാ പാർട്ടീസും ഈ ടാരിഫ് വച്ച് തന്നെയാണ് ഇവിടുത്തെ പല കോർപ്പറേറ്റ് ജയൻസിനെയും സഹായിച്ചതെന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ പീറ്റർ നവാറോയിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുകയല്ല. അതായത് നമ്മുടെ ഇവിടെ എങ്ങനെയാണ്, വേറെ ഒരു കമ്പനിയുടെ ഒരു സാധനത്തിനെ, ലോകത്തുള്ള ഒരു കോമ്പീറ്റിംഗ് രാജ്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഇവിടെ ഇറക്കാതിരുന്നാണ് നമ്മൾ ഇവിടുത്തെ പല കോർപ്പറേറ്റ്സിനെയും വലുതാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. അതൊരിക്കലും ഒരു തെറ്റായിട്ടല്ല ഞാൻ ചിത്രീകരിക്കുന്നത്. കാര്യം ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മുടേതായ സോഫ്റ്റ് പവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ US എങ്ങനെയാണോ ആപ്പിളിനെ ക്രിയേറ്റ് ചെയ്തെടുത്തത്, ആമസോണിനെ, അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുക, ആപ്പിൾ, ആമസോൺ, NVIDIA ഒക്കെ മാറ്റി വയ്ക്കുക. ഈ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ലോകത്ത് സൃഷ്ടിച്ച ട്രെൻഡ് എന്താ? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി തന്നെയാണ് ഈ കോർപ്പറേറ്റ്സ് വളർന്നതെന്നുള്ള. ബട്ട് ഇവിടെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, നമ്മുടെ ഈ പല ആൾക്കാരും ഉദിച്ചു വന്നത്, പല കോർപ്പറേറ്റ്സും ഉദിച്ചു വന്നത് തീർച്ചയായിട്ടും ടാരിഫിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. വി വെയർ നോട്ട് സബ്ജക്റ്റഡ് ടു റിയൽ കോമ്പറ്റീഷൻ. നമ്മളെ കോമ്പറ്റീഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. കാര്യം അറിയോ, നമ്മുടെ ഇന്ത്യൻ കമ്പനികളൊന്നും ലോക നിലവാരത്തിൽ എത്തിയില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു മറ്റുള്ള ഒരു ആപ്പിളിനെ ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ആമസോണിനെ ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിനെയോ ഇൻസ്റ്റാഗ്രാമിനെ ക്രിയേറ്റ് ചെയ്യാനോ, NVIDIA ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് പറ്റിയില്ല. ഇവിടെ നിന്ന് ഇന്ത്യയുടെ ലാർജസ്റ്റ് പോപ്പുലേഷനായ 140 ബില്യൺ പീപ്പിളിനെ മാത്രം സെർവ് ചെയ്ത് ജയൻസ് ആക്കിയിരിക്കുന്ന കോർപ്പറേറ്റുകളാണ് ഇന്ത്യയിലുള്ളതെന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ പീറ്റർ നവാറോ പറഞ്ഞത് വേറൊരു ആംഗിളിൽ കറക്റ്റ് ആണെങ്കിലും അദ്ദേഹത്തിനെ നമ്മളിപ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ സംസാരം വഴിവിട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഇത് റീതിങ്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ ഒരിക്കലും ഇന്ത്യൻ കമ്പനിയെ ഗ്ലോബൽ കമ്പനികളുടെ കോമ്പറ്റീഷന് വേണ്ടി എക്സ്പോസ് ചെയ്യണം നമ്മൾ ഒരിക്കലും പറയില്ല. ബട്ട് ഇൻ റിട്ടേൺ നമ്മൾ ഈ കൊടുക്കുന്ന സഹായത്തിൽ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് തിരിച്ച് ലോകത്തിൽ പോയി ഒരു ഗ്ലോബൽ കമ്പനിയായി മാറി നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ SCO മീറ്റിംഗ് അവസാനിച്ചു. SCO മീറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട ഇനി ഇതിൻ്റെ ഔട്ട്കം എന്താണ് SCO മീറ്റിങ്ങിന് എന്നുള്ളത് അത് നമുക്കിപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി മാത്രം കണ്ടു, നല്ലൊരു ബോൺ ഹോമി കണ്ടു, നമ്മൾ ബോഡി ലാംഗ്വേജ് സംസാരിച്ചു എന്നല്ലാതെ എന്താണ് കോൺക്രീറ്റ് ആയിട്ട് ഉള്ളിൽ, അതായത് ബിഹൈൻഡ് ദ കേർട്ടൻ സംസാരിച്ചത് എന്നുള്ളത് നമുക്കിപ്പോൾ ഒരിക്കലും അറിയാൻ സാധിക്കില്ല. അതൊരിക്കലും അത് എപ്പോഴും കാലം മാത്രമേ അത് തെളിയിക്കുള്ളൂ. ഓവർ എ പീരീഡ് ഓഫ് ടൈം മാത്രമേ വി വിൽ ഗെറ്റ് ടു നോ വാട്ട് ഈസ് ദാറ്റ് ഡിസ്കഷൻ
that they had in the sidelines of the meeting എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെച്ചേണ്ടിയിരിക്കുന്നു എന്നുള്ള. ഈ മീറ്റിങ്ങിൻ്റെ ഇത് കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഈ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ട്രംപ് ആസ് യൂഷ്വൽ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും നേരത്തെ അനില പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ടോട്ടൽ ഡിസാസ്റ്റർ ആയിരുന്നു എന്നും ന്യൂഡൽഹി ഒരു ഹൈ ടാരിഫാണ് എപ്പോഴും വെച്ചേക്കുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ ക്ലയൻ്റാണ് ഇന്ത്യയുടെ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം, ബട്ട് യു എസ് ബിസിനസ്സിന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള യാതൊരു എന്താ പറയുക ഒരു ഇൻസെന്റീവും ഇല്ല എന്നുള്ളത് നമ്മൾ ടാരിഫ് വെച്ചിട്ട് അത് പറയുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഹാസ് ഓഫേർഡ് ടു റെഡ്യൂസ് ദ താരിഫ് ടു നത്തിങ്, അതായത് റെഡ്യൂസ് ദ താരിഫ് ടു നത്തിങ് എന്നുള്ള ഒരു ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് എന്നാണ് പറയുന്നത്. ബട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പുറകിൽ നമ്മൾ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പഴയ ഹാർഷ് ടോണൊക്കെ മാറി. ഇതൊക്കെ ഏതാണ്ട് ഒരു റിയാലിറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത് പറയാൻ വയ്യ. ശരിയാണ്, നമ്മൾ ഹൈ ടാരിഫ്സ് ആയിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇന്ത്യൻ സിറ്റിസൺസിനും അറിയാം, ഇന്ത്യൻ ഡയാസ്പോറയ്ക്കും ഒക്കെ അറിയാമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ബട്ട് കുറച്ചുകൂടി ആ ഹാർഷർ ടോണൊക്കെ മാറി ഒരു സോഫ്റ്റ് ആയ ഒരു ട്രംപിനെയാണ് കാണപ്പെട്ട. കാര്യം ട്രംപിനെ സംബന്ധിച്ച് ഒരുപാട് ലോസ് ഓഫ് ഫേസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം യൂറോപ്യൻ യൂണിയനോട് വാഗ്ദാനം ചെയ്തിരുന്നത് എന്താ, ഞാൻ റഷ്യയും യുക്രൈനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നിർത്തും എന്ന് പറഞ്ഞ് അതിന് ഒരുപാട് ബിൽഡപ്പ് ഉണ്ടാക്കി അലാസ്കയിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോലും അതൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഒരു ലോസ് ഓഫ് ഫേസ് ആയിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് മാത്രമല്ല, ഹി ഡു നോട്ട് വാണ്ട് റഷ്യ ആൻഡ് ഇന്ത്യ ടു ഗെറ്റ് ഇൻ ടു ചൈനീസ് ഫോൾഡ്. ചൈനയുടെ അടുത്തേക്ക് റഷ്യയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന് നല്ല യു എസ് അഡ്മിനിസ്ട്രേഷൻ അത്ര സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഓഫ് കോഴ്സ് യു എസ് ഇസ് എ ബിഗ് ജയന്റ്, അതൊരു ലോകത്തിലുള്ള വലിയൊരു സൂപ്പർ പവർ ആണെങ്കിൽ തന്നെയും ഈ ട്രോയ്ക്ക, ഈ ആക്സിസ് ക്രിയേറ്റ് ചെയ്യണതിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രാഹ്മിൻസ് പ്രോഫിറ്റീറിങ് ചെയ്യുന്നു എന്നുള്ള പീറ്റർ നവാറോന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് വൈറ്റ് ഹൗസിന്റെ ട്രേഡ് അഡ്വൈസറാണ്, ആ ട്രംപിന്റെ ചെവിയിലിരുന്ന് ട്രേഡിനെ കുറിച്ച് ഓതുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു. ഇന്ത്യയിൽ റിലയൻസ് മാത്രമല്ല, നമ്മുടെ PSU കമ്പനീസായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും HPCL BPCL ഒക്കെ ഈ പറയുന്ന പോലെ, അതുകൂടാതെ MRPL ചെറിയ തോതിൽ, ചെന്നൈ പെട്രോളിയം ചെറിയ തോതിൽ ഈ പറഞ്ഞ പോലെ റിഫൈൻ ചെയ്ത്, അതായത് റഷ്യയുടെ ഡിസ്കൗണ്ടഡ് ക്രൂഡ് മേടിച്ച് റിഫൈൻ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ്പോർട്ട് ചെയ്യുന്ന വിൻഫോൾ ഗെയിംസിൽ ഒരു വിൻഫോൾ ടാക്സ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ആ ടാക്സ് ഉപയോഗിച്ച് ജനങ്ങളുടെ സോഷ്യൽ എന്താ പറയുക ഇനിഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ചെലവാക്കുന്നു എന്നുണ്ടല്ലോ. എന്നിട്ടും നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പോലെ HPCL BPCL IOCLന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡർ 50% മുകളിൽ ഹോൾഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണറബിൾ ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ഷെഡ്യൂൾ ട്രൈബിൽ നിന്ന് വന്ന ഒരു പ്രസിഡന്റ് ആണ് എന്നുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി എന്നുള്ളത് നമ്മൾ വീണ്ടും ഉറച്ചു തന്നെ പറയുന്നു. വേറൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കാനുള്ളത്, ഇന്ത്യയിലെ ടോപ്പ് 5 വെൽത്തിയസ്റ്റ് പീപ്പിൾ അല്ലേ, വെൽത്തിയസ്റ്റ് ഫാമിലി, ടോപ്പ് 5 റിച്ചസ്റ്റ് ആൻഡ് വെൽത്തിയസ്റ്റ് ഫാമിലി നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് എന്ന് പറയുന്നത് അംബാനി തന്നെയാണ്. അംബാനി ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് വെച്ചാൽ ഗുജറാത്ത് വൈശ്യ കമ്മ്യൂണിറ്റിയാണ്, അതായത് ബനിയ കമ്മ്യൂണിറ്റി എന്നാണ് അംബാനി എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന അഡാനി ഈസ് എഗെയിൻ ഫ്രം എ ബനിയ കമ്മ്യൂണിറ്റി എന്നുള്ള. മൂന്നാമത് വരുന്നത് ജിൻഡാൽസ് ആണ്. ജിൻഡാൽസ് ശരിക്കും പറഞ്ഞാൽ ഒരു മാർവാരി കമ്മ്യൂണിറ്റി എന്നാണ് ജിൻഡാൽ ഫാമിലി വരുന്നത്. പിന്നെ വരുന്നത് ശിവ് നാടാർ HCL ടെക്കിൻ്റെ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൽ നിന്നുള്ള നാടാർ കമ്മ്യൂണിറ്റി നിന്നാണ് വരുന്നത്. പിന്നെയുള്ളത് അഞ്ചാമത് വരുന്നത് ദിലീപ് സാങ്വി, നമ്മുടെ സൺ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ, അദ്ദേഹം വരുന്നത് ഗുജറാത്തി ജെയിൻ ട്രൈബിൽ നിന്ന്. ഇന്ത്യയിലെ ടോപ്പ് 5 റിച്ചസ്റ്റ് പേഴ്സൺസും വെൽത്തിയസ്റ്റ് ഫാമിലികളും ബ്രാഹ്മിൻസ് അല്ല എന്നും കൂടെ പീറ്റർ നവാറോനോട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ വക കാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിയിൽ പോവില്ല എന്നുള്ള. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റോടുകൂടി ട്രംപും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൂൾ ഓഫ് ആയി എന്നുള്ള കാര്യം വെച്ചാൽ അത് വൈഡ് സ്പ്രെഡ് ക്രിറ്റിസിസത്തിന് ഇടയായി എന്നുള്ളത് സത്യം തന്നെയാണെന്നുള്ള. ഇപ്പം നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു US മാർക്കറ്റ് ഷട്ട് ഡൗൺ ആണ്, ലേബർ ഡേ ആയത് കാരണം ഹോളിഡേ ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് അത് പോകുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ US ഫ്യൂച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ -0.3% ഡൗൺ ആയിരുന്നു ഡൗ ജോൺസ് എന്ന് പറയുന്നത്. നാസ്ഡാക്ക് -0.1% ആണ്. S&P -0.05% ആണ്. ഈ പറയുന്ന പോലെ ഫ്യൂച്ചേഴ്സിൽ ഫ്രൈഡേയിലത്തെ ഇടിവ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഫ്യൂച്ചേഴ്സിൽ. ഫ്രൈഡേസിൽ ഇടിവ് കണ്ടിന്യൂ. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ സെപ്റ്റംബർ
സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി US മാർക്കറ്റിന് നല്ലൊരു മാസമല്ല. ഇപ്പോൾ ലാസ്റ്റ് 5 കൊല്ലത്തെ ഡേറ്റ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ആവറേജ് ബേസിസിൽ S&P 500 ഏതാണ്ട് 4.2% ഡൗൺ ആയിരുന്നു ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ എന്നുള്ളത്. ആ ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. ബട്ട് ഈവൻ ദെൻ ഫ്യൂച്ചേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഓൺ ദ നെഗറ്റീവ് സൈഡ് എന്നാണ്. ഇപ്പോൾ ലേബർ ഡേ ഹോളിഡേ കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് മാർക്കറ്റ് ഈ വീക്ക് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ട്രഷറി ഈൽഡ് US ട്രഷറി ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ US 10-year ബോണ്ട് ഈൽഡ് ചെറുതായിട്ടൊന്ന് ഹയറായി 4.25% ആയി എന്നുള്ളത്. ഗോൾഡ് 4 month ഹൈയിൽ ട്രേഡ് ചെയ്യുന്നു, ഓൾ ടൈം ഹൈയിലേക്ക് ട്രേഡ് ചെയ്യുന്നു. സിൽവർ 14-year ഹൈയിൽ ട്രേഡ് ചെയ്യുന്നു. അത് പ്രഷ്യസ് മെറ്റലിൽ സിൽവർ 14. നമ്മൾ ഏതാണ്ട് 2-3 മാസം മുമ്പേ നമ്മൾ ഗോൾഡും സിൽവറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇതേ ഓപ്പണിംഗ് അവേഴ്സിൽ നടത്തിയിട്ട് നമ്മൾ ആ സിൽവറിൻ്റെ ഒരു ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി നമ്മൾ അന്ന് സ്റ്റേറ്റ് ചെയ്തിരുന്നു. അത് സത്യമായി എന്നുള്ളത് നമ്മൾ പറഞ്ഞത് കറക്റ്റായി എന്നുള്ള രീതിയിൽ ജനങ്ങൾ കാണരുത്. ഞങ്ങൾ അത് എന്താ പറയുക, ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്നല്ലാതെ മാർക്കറ്റിൽ എന്ത് ഫോർകാസ്റ്റ് ചെയ്താലും അതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ ഫോർച്ചുനേറ്റ് ആൻഡ് ലക്കി, അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് ഒരു ഫോളിഷ് സ്റ്റേറ്റ്മെൻ്റ് ആയി അത് കറക്റ്റായി എന്നല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല എന്നുള്ള. ബട്ട് നമ്മൾ അന്ന് ഒരു കമ്പാരിറ്റീവ് വാല്യൂഷനിൽ നമ്മൾ നോക്കിയപ്പോൾ കമ്പയർഡ് ടു ദ അതർ അസറ്റ് ക്ലാസസ്, അതർ പ്രഷ്യസ് മെറ്റൽസ് ഓർ ഫോർ ദാറ്റ് മാറ്റർ ഗോൾഡ്, അതുപോലെ വേൾഡിലെ ഗ്ലോബൽ ഓർഡറൊക്കെ വെച്ച് നോക്കിയപ്പോൾ സിൽവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കേസ് ആവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്ത് എനിക്ക് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് കുറച്ച് മെസ്സേജസും എനിക്ക് കിട്ടിയിരുന്നു. അതായത് മേടിക്കാൻ കൊള്ളാമോ, ഏത് ETF എന്നൊക്കെ എന്നിട്ട് ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താ പറയുക, ഫോർച്ചുനേറ്റ്ലി സിൽവർ ഹിറ്റ് 14 month ഹൈ എന്നുള്ളതാണ്. ഓയിൽ വീണ്ടും ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യുന്നു. $68 പെർ ബാരലിൽ തന്നെ ഓയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ബ്ലൂംബർഗ് റിപ്പോർട്ട് വന്നു, അതായത് 4 സോഴ്സസ് കോട്ട് ചെയ്താണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തൊക്കെ അവർ പറയുന്നത് വെച്ചാൽ നെക്സ്റ്റ് മൺഡേ അല്ലെങ്കിൽ ഒരു സൂണർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ബ്രിക് നേഷൻസ് ഒരു വിർച്വൽ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ആ ബ്രിക്സ് നേഷൻസിൻ്റെ വിർച്വൽ മീറ്റിങ്ങിൻ്റെ സ്പെസിഫിക് അജണ്ട എന്ന് പറഞ്ഞാൽ US-ൻ്റെ, അതായത് ട്രംപിൻ്റെ ട്രേഡ് ടാരിഫാണ് എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് SCO സമ്മിറ്റിന് അവർ ശരിക്കും പറഞ്ഞ ഒരു ലാർജർ സ്കെയിലിൽ ട്രേഡ് സ്പെസിഫിക് മാത്രം സംസാരിക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളും അജണ്ടയിലുണ്ടായിരുന്നു. ബട്ട് ഒരു വിർച്വൽ മീറ്റിംഗ് ഇമീഡിയറ്റ്ലി തന്നെ, അതായത് SCO മീറ്റിംഗ് നമ്മുടെ ഇന്നലെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു വിർച്വൽ മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ US മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേറ്റ വരുന്നുണ്ട്. ISM-ൻ്റെ ഡേറ്റ വരുന്നുണ്ട് ഈ ആഴ്ച, ഡ്യൂറബിൾ ഗുഡ്സ് വരുന്നുണ്ട്, നോൺ ഫാം പേറോൾസ് അതായത് ജോബ് ഡേറ്റ ഈ ഫ്രൈഡേ വരുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ അറിയാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ SCO സമ്മിറ്റ് 2025 വളരെ എന്താ പറയുക, വളരെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് അത് ഫിനിഷ് ചെയ്തെന്നുള്ളത്. അതായത് PM മോഡിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഏതാണ്ട് 50-minute കോൺവെർസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവർ ആ ലിമോസിൻ കാറിലിരുന്ന്, അതായത് ഓറസ് എന്ന് പറയുന്ന ഒരു ലിമോസിൻ കാറിലിരുന്നിട്ട് ഈ പറയുന്ന പോലെ സംസാരിച്ചു 50 മിനിറ്റ്. അതായത് പുടിൻ അവിടെ വെയിറ്റ് ചെയ്തു 10 മിനിറ്റ് ശ്രീ നരേന്ദ്രമോദി വരാനായിട്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് അവർ ആ സബ്മിറ്റിൻ്റെ ആ വെന്യൂവിൽ പോയിട്ടും അവർ 45 മിനിറ്റ് വണ്ടിയിലിരുന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് എനിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഞാനും ഒരു കാർ ഫാനാണ്. ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞ ഒരു ഡീസൽ കാർ ഫാനാണെന്നുള്ളത്. ഞാൻ ഇപ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾസിലോ അല്ലെങ്കിൽ പെട്രോൾ വെഹിക്കിൾസിലോ ഞാൻ അധികം വിശ്വസിക്കുന്നില്ല. അതെൻ്റെ പേഴ്സണൽ ടേക്കാണ്, അതുകൊണ്ട് അത് മോശമാണ് എന്നുള്ള രീതിയിലല്ല. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഡീസൽ. അതുപോലെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ കാറിന് ആ ശബ്ദമില്ലേ പിന്നെ ഓടിച്ചിട്ട് എന്ത് കാര്യം, അതും എസ്പെഷ്യലി ഓട്ടോമാറ്റിക്കിനെക്കാളും ഗിയർ ഉള്ള വെഹിക്കിൾസാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതായത് ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് സബ്ജക്ട്, വീൽ റിസർവ് ഫോർ അനദർ ഡേ എന്നുള്ള. ബട്ട് ഈവൻ തന്നെ ഈ ഓറസ് എന്ന് പറയുന്ന ഒരു വെഹിക്കിളിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും ലോകമെമ്പാടും ഇത് സംസാരിച്ച് വരുന്നതുകൊണ്ട് നമുക്കും ഇതൊന്ന് ജനങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യാം. കാര്യം നമ്മുടെ പ്രേക്ഷകരും കാറിനെ ഇഷ്ടമുള്ളവർ ഉണ്ടാവുമല്ലോ. അതായത് ഈ ഓറസ് AURUS എന്ന് പറയുന്ന ഈ റഷ്യൻ വെഹിക്കിൾ ഹെവിലി ആർമേർഡ് ആയിട്ടുള്ള ലക്ഷൂറിയസ് ലിമോസിനാണ് ഇത് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ബീസ്റ്റാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൂസ് ബംസ് ഉണ്ടാവുന്നത്. അതായത് 4.4 ലിറ്റർ V8 പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് വെച്ചാൽ, അതായത് അവർ പോർഷയായിട്ട് ഡെവലപ്പ് ചെയ്താണ്, ആ പോർഷയായിട്ട് ചേർന്നാണ് ഈ എഞ്ചിൻ അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല ഇത് കൂടാതെ തന്നെ, ആ പെട്രോൾ എഞ്ചിൻ കൂടാതെ തന്നെ അവർക്കൊരു ഇലക്ട്രിക് മോട്ടറും കൂടെയുണ്ട്. നമ്മൾ ഈ കാർസിനെ ഈ പെട്രോളും ഡീസലും എഞ്ചിനെന്നും ഇലക്ട്രിക് വെഹിക്കിളിന് നമ്മൾ മോട്ടറും എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 600 ഹോഴ്സ് പവറാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ള. കാറിൻ്റെ വെയിറ്റ് എത്രയെന്ന് അറിയോ? 6200 കിലോഗ്രാമാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു ബസ്സിൻ്റെ സൈസ് ഉണ്ടെന്നുള്ളതാണ്. 9 സ്പീഡ് ഗിയർ ബോക്സാണ് ആ വണ്ടിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത് എന്താ പറയുക, ഒരു ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിളാണ്.
അതായത് ഒരു ഗ്രനേഡ് അറ്റാക്കൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു എക്സ്പ്ലോഷനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നുള്ള. അതൊരു ഫുള്ളി ആർമേർഡ് വെഹിക്കിൾ ആണെന്നാണ്. അതായത് അതിൻ്റെ ഫ്യൂവൽ ടാങ്കൊക്കെ ലീക്ക് ആവുകയാണെങ്കിൽ അത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും, അത് മാത്രമല്ല ഒരു അറ്റാക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഫ്യൂവൽ ടാങ്ക് ലീക്ക് ചെയ്യുമല്ലോ, അതൊക്കെ പെട്ടെന്നൊന്ന് സപ്രസ് ചെയ്ത് നിർത്താനൊക്കെ ആ വണ്ടിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഒരു ഫയർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഫ്ലെയിംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അണയ്ക്കാനായിട്ട് ഒരു ഫയർ കൺട്രോൾ സിസ്റ്റം കൂടെ ഈ ഹെവിലി ആർമേർഡ് ലക്ഷൂറിയസ് വെഹിക്കിളിന് ഉണ്ടെന്നുള്ളതാണ്. പെട്ടെന്നൊരു സിറ്റുവേഷൻ വേണമെങ്കിൽ ഒരു ഫ്രഷ് എയർ, ഒരു ഓക്സിജൻ സപ്ലൈ പോലും കൊടുക്കാൻ ആ കാർ ഗിയർഡാണ്. സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഒരു റിയർ എക്സിറ്റും ഉള്ള ഒരു വണ്ടിയാണ് ഈ ഓറസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിതൊന്ന് മെൻഷൻ ചെയ്യാൻ കാര്യം വെച്ചാൽ ഇപ്പോൾ ഗ്ലോബലി ഈ SEO മീറ്റിനെ ചുറ്റിപ്പറ്റി ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓറസ് വെഹിക്കിളിനെ കുറിച്ചാണെന്നുള്ളത്. അതുപോലും ചിലപ്പോൾ ഈ അറിയില്ല, ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ ഇനി റഷ്യ അവരുടെ ഓറസ് എന്ന് പറയുന്ന കാറ് ലോകത്തിന് ഡിസ്പ്ലേ ചെയ്ത ഒരു മൊമെൻറ്റും കൂടെ ആയിരുന്നു ഇതൊന്നും നമുക്കറിയില്ല എന്നുള്ള. നമുക്ക് തിരിച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഒരു നമ്മുടെ ദലാൽ സ്ട്രീറ്റിലേക്ക് നിഫ്റ്റി വരികയാണെങ്കിൽ ഒരു 3 day ആയിട്ടുള്ള ലൂസിംഗ് സ്ട്രീക്ക് നമ്മൾ ഒന്ന് നിന്നു, അവിടെ നിന്ന് തിരിഞ്ഞു എന്നുള്ളതാണ്. സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്തത് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ്. ഒരു ഓവർ സോൾഡ് ടെറിട്ടറിയിലായിരുന്നു മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ഓപ്പണിംഗ് ഹൗസിൽ നമ്മളും പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആ കോഷ്യസ് ഓപ്റ്റിമിസം എന്ന് പറയുന്ന സ്റ്റാൻഡ് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മളൊന്ന് നീക്കി വെച്ചിട്ട് നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസത്തിൽ നിന്ന് മാറി ചെറുതായിട്ടൊരു ഓപ്റ്റിമിസത്തിലേക്ക് നമ്മൾ പോയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞിരുന്ന റീസൺ അതാണ്, ഓവർ സോൾഡ് ടെറിട്ടറിയിലാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞു വെച്ചാൽ ടു മച്ച് ഓഫ് നെഗറ്റീവ്സ് ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ് എന്നുള്ളതാണ്. ഫോർച്യുനേറ്റ്ലി ഓർ കോയിൻസിഡൻ്റ്ലി മാർക്കറ്റ് അവിടുന്ന് റിക്കവർ ചെയ്തു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. സീംസ് ലൈക്ക് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ബുൾസ് ഒരു ആ ലെവൽ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ലെവൽ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബുൾസ് എവിടെ വെച്ചാണോ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആ ലെവലിൽ തന്നെ വെച്ച് ഡിഫെൻഡ് ചെയ്ത് ഒരു ഫൈറ്റ് ബാക്കിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള റാലി ഉണ്ടായിരുന്നു. ബ്രോഡ് ബേസ്ഡ് ഞാൻ പറയാൻ കാര്യം നിഫ്റ്റി സ്റ്റോക്സിൽ മാത്രമല്ല നല്ല രീതിയിൽ ഷോർട്ട്സ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ആ ഷോർട്ട് കവറിംഗ് റാലി തന്നെ നടന്നതാണ്. പക്ഷേ സാധാരണ ചിലപ്പോൾ മിക്കവാറും ഷോർട്ട് കവറിംഗ് റാലി നിഫ്റ്റി കോൺസ്റ്റിറ്റ്യുവൻസിൽ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ഇന്നലെ അങ്ങനെയല്ല. മിഡ് ക്യാപ്പിലും ഏതാണ്ട് 2% രീതിയിൽ മിഡ് ക്യാപ്പ് ശരിക്കും പറഞ്ഞാൽ അപ്പർ ലെവലിലേക്ക് വന്നു, ഒരു ഹയർ ലെവലിൽ ട്രേഡ് ചെയ്തു. ഈവൻ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ ആയിരുന്നു എന്നാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ FIs നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ് കേട്ടോ. 1497 കോടിയുടെ സെല്ലിംഗ് അവർ നടത്തി. ബട്ട് ആ പേസും ഫിഗറും ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞതായിട്ടാണ് ഇന്നലെ കണ്ടത്. ഇതൊരു അബറേഷൻ ആണോ, വീണ്ടും വലിയ രീതിയിൽ ഹൈ സെല്ലിംഗ് വരുമെന്നറിയില്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 4344 ക്രോസിൻ്റെ ബൈങ് ഉണ്ട്. ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ നിഫ്റ്റി കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ 50 സ്റ്റോക്സിൽ 42 സ്റ്റോക്കും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തത് എന്നുള്ളത്. അതിലേറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഹെൽപ്പ് ചെയ്ത് ഓട്ടോയും IT സ്റ്റോക്സും ആണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഈ IT സ്റ്റോക്സ് ശരിക്കും പറഞ്ഞാൽ വളരെ അണ്ടർ വാല്യൂഡ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ പഴപ്പലായിട്ട് ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് US ഈ ടാരിഫ് കാരണം US റിസഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ബിഗ് കോർപ്പറേറ്റ് ഹൗസസ് ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ് കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ ITക്ക് നെഗറ്റീവ് ആവും എന്നുള്ള ഒരു തിയറിയിലാണ് ശരിക്കും പറഞ്ഞാൽ IT നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തത്. അത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റിയിൽ ഇന്ത്യ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്തില്ല എന്നുള്ള ക്രിറ്റിസിസവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബട്ട് അവിടുന്ന് ഒരു ചെറിയൊരു ടേൺ അറൗണ്ട് കാണുന്നു. അതൊരു ലോങ് ടേം സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഓല നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് ഒരു മാസം കൊണ്ട് 54% റിട്ടേൺ തന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഓല കയറിയ നമ്മൾ ഈ സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിച്ച സ്റ്റോക്ക് ആയതുകൊണ്ട് പറയല്ല, അതിനെ നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ അവതരിപ്പിച്ചു, നമ്മളൊരു ബിസിനസ്സിനെ അവതരിപ്പിച്ചു, സ്റ്റോക്ക് കയറി, നല്ല കാര്യം. പക്ഷേ ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം വെച്ചാൽ എന്തോരം നെഗറ്റിവിറ്റി ആയിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ. മാർക്കറ്റ് എന്തോരം രീതിയിൽ കറക്റ്റ് ചെയ്തു. 1000-ൽ പരം പോയിന്റ് കൂടുതൽ നിഫ്റ്റിയും കറക്റ്റ് ചെയ്തു. നമ്മൾ എന്നും സംസാരിക്കുന്നത്, നമുക്ക് എന്നും കിട്ടുന്ന ചോദ്യങ്ങൾ എന്താ, മാർക്കറ്റ് എന്ന് കയറും, മാർക്കറ്റ് ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യോ, മാർക്കറ്റിനെ കുറിച്ച് നെഗറ്റീവ് ആവുന്നു, ഞാൻ ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് ഒക്കെ നെഗറ്റീവ് ആണെന്ന് പറയുമ്പോഴും പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആവണമെന്നൊക്കെ പറയുമ്പോഴും ഓല എന്ന് പറയുന്ന സ്റ്റോക്ക് 54% അപ്പാണ്. ഓല പോലെ നൂറ്റിക്കണക്കിന് കമ്പനികൾ ശരിക്കും പറഞ്ഞാൽ 30 to 40 to 50% തന്ന സ്റ്റോക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, മാർക്കറ്റിൻ്റെ ഹെഡ്ലൈൻ ന്യൂസ് കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. മാർക്കറ്റിൽ നിഫ്റ്റി നെഗറ്റീവാണ് അല്ലെങ്കിൽ സെല്ലിംഗ് നടക്കുന്നു, ഇത്രയും നെഗറ്റീവ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡൗൺ ആയി പോവും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. അതിനകത്ത് ആ സമയങ്ങളിൽ പോലും പോസിറ്റീവ് ടെറിട്ടറിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നിഫ്റ്റിയെയും മാർക്കറ്റിനെയും കണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സും അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലും അതിൻ്റെ അട്രാക്റ്റീവ്നെസ്സും കണ്ടുവേണം മാത്രം നമ്മൾ സ്റ്റോക്സിനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള. നമ്മളൊരു ലാർജർ മാർക്കറ്റ്, ഞാനിത് കഴിവതും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എറണാകുളം സിറ്റിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം മേടിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
അത് നമ്മുടെ പൈസയ്ക്ക് വാല്യൂ ഫോർ മണി ആണോ എന്നല്ലേ നമ്മൾ നോക്കുള്ളൂ. ടോട്ടൽ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്യാറില്ലല്ലോ. അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ മാർക്കറ്റിനകത്ത് 2000 തൊട്ട് 7000 കമ്പനികൾ വരെ ലിസ്റ്റഡ് ഉണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള കമ്പനികളാണ് ഞാൻ ഈ 2000-3000 കമ്പനികൾ പറഞ്ഞത്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ്സിന് ഒരു പ്രോസ്പെക്ട്സ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ഒരു അണ്ടർ വാല്യൂഷനിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാല്യൂഷൻ മാത്രം നോക്കി മേടിക്കാൻ പോവുക, അല്ലാണ്ട് മാർക്കറ്റിനെ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കാൻ പോകരുത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ വീക്ക്നെസ് കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ സൈഡ് ലൈൻസിലാണ് കാത്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഓലയിൽ 50% റിട്ടേൺ പോയി എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ ക്യാഷിൽ ഇരിക്കുക എന്ന് പറയുന്ന കാര്യത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അതുകൊണ്ടാണ്. അതായത് സ്റ്റോക്ക് പിക്കിങ്ങിനാണ് നിങ്ങൾ വന്നതെങ്കിൽ സ്റ്റോക്ക് മാത്രം പിക്ക് ചെയ്യുക, മാർക്കറ്റ് പിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സ്റ്റഡിയും കൂടെ അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ഡിഫൻസ് സെക്ടറും ഏതാണ്ട് 2.2% കയറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അണ്ടർ പെർഫോമേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ഫാർമയും ഈ പറഞ്ഞ പോലെ മീഡിയം ആയിരുന്നു. ഫാർമ എന്നാൽ അങ്ങനെ അണ്ടർ പെർഫോമൻസിൽ മൈനസ് ടെറിട്ടറിയിലായിരുന്നു എന്നുള്ളൂ, അത്ര പേടിക്കേണ്ട രീതിയിൽ ആയിട്ടില്ല എന്നുള്ള. പിന്നെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈയും ഹയർ ലോയുമാണ് ഇന്നലെ മാർക്കറ്റ് കാണിച്ചതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടിപ്പിക്കലി ഒരു സാധാരണ ഒരു ഗുഡ് മാർക്കറ്റാണെന്ന് വെച്ചാൽ നല്ല മാർക്കറ്റിലാണെങ്കിൽ ഈ ഹയർ ഹൈയും ഹയർ ലോയും ടെക്നിക്കലി കാണിക്കുന്ന കാര്യം എന്നറിയോ, മാർക്കറ്റ് അപ് ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. നല്ല മാർക്കറ്റ് ആണെങ്കിൽ വീണ്ടും ആ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. മോശം മാർക്കറ്റ് ആണെങ്കിൽ, അതായത് ഇപ്പം നിൽക്കുന്ന പോലെ മോശം മാർക്കറ്റ് ആണെങ്കിൽ ഏതാണ്ട് ദർ ഈസ് എ പോസ് ഇൻ സെല്ലിങ് എന്നാണ് സാധാരണ ടെക്നിക്കലി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അത് തന്നെ ഇപ്രാവശ്യം നടക്കണം നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഹയർ ഹൈയും ഹയർ ലോയും കാണിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ടെക്നിക്കലി പോസിറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ബിഗ് പോസിറ്റീവ് ഫോർ എ ഗുഡ് മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഫോർ എ ഫാളിംഗ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബാഡ് മാർക്കറ്റ് എന്നുള്ള ഒരു കാലത്തിന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ആ രീതിയിൽ തന്നെ പെരുമാറണമെന്നില്ല. ഇപ്പോൾ GST കളക്ഷൻ ഫിഗേഴ്സ് മന്ത് ഓഫ് ഓഗസ്റ്റ് വന്നു, ഏതാണ്ട് റൈസസ് ടു 6.5%, അതായത് 1.86 lakh crore ആണ് GST കളക്ഷൻ. ബട്ട് ജൂലൈയിൽ അത് 1.96 lakh crore ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം UPI ട്രാൻസാക്ഷൻസ് ഒരു മന്തിൽ ഏറ്റവും കൂടുതൽ, അതായത് 20 ബില്യൺ ട്രാൻസാക്ഷൻ നടന്നു, അത് ഈ ഓഗസ്റ്റിലായിരുന്നു എന്നുള്ള. UPI ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ കുറഞ്ഞ് ഇതിലേക്ക് പോയി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. GST കൗൺസിൽ മീറ്റിംഗ് നമുക്കറിയാലോ 3-ാം തീയതി 4-ാം തീയതി, നാളെയും മറ്റന്നാളുമാണ്. 5-ാം തീയതിയോടുകൂടി നമുക്ക് ഒരുമാതിരി എല്ലാ കാറ്റഗറിയിലെയും ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കുറഞ്ഞത് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഈ ജെഫ്രീസ് എന്ന് പറയുന്ന ഫോറിൻ ബ്രോക്കറേജ് ഉണ്ടല്ലോ, ജെഫ്രീസിൻ്റെയും മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. അപ്പോൾ അവർ ഈ GST റാഷണലൈസേഷൻ ഈ 2 ബ്രാക്കറ്റ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ, 2 സ്ലാബിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. അവർ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഗിവ്സ് എ ബൂസ്റ്റ് ഓഫ് 2.4 lakh crore ടു ദ എക്കണോമി എന്നാണ്. 2.4 ലക്ഷം കോടിയുടെ ബൂസ്റ്റാണ് എക്കണോമിക്ക് കൊണ്ടുവരാൻ പോണത്. അതായത് ലിഫ്റ്റ് ഇൻ GDP, അതായത് ഒരു 50 to 70 ബേസിസ് പോയിന്റ്സ് ലിഫ്റ്റ് ഇൻ GDP-യിൽ ഒരു ലിഫ്റ്റ് 50 to 70 ബേസിസ് പോയിന്റ്സ് വരെ ഉണ്ടാവുന്നതാണ്. അതായത് ഇത് പറഞ്ഞു വയ്ക്കുന്ന ഇൻഡയറക്ട്ലി ഉള്ള കാര്യം എന്തൊക്കെയാണോ നമുക്ക് ടാരിഫ് കൊണ്ട് ലൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് US-ന്റെ ടാരിഫ് നമ്മൾ ഏതാണ്ട് $86 ബില്യൺ അല്ലെങ്കിൽ $90 ബില്യൺ ആണല്ലോ, അതിലൊരു $40 ബില്യൺ അല്ലെങ്കിൽ $50 ബില്യൺ ആണ് ഈ ടാരിഫ് കാരണം നമുക്ക് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഏതാണ്ട് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് 0.5 to നിയർലി 0.8-0.9% ഓഫ് ദ GDP വരെ ഹിറ്റാവും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് GDP കോൺട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് GST റാഷണലൈസേഷൻ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഒരു ഇംപെറ്റസ് GDP കൊണ്ടുവന്നിട്ട് നെറ്റ് GDPക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഫിഗറും കൂടെ വന്നു എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇന്ന് ഡൽഹിയിൽ ഒരു വലിയൊരു മെഗാ ഈവൻറ്റ് നടക്കുന്നുണ്ട്. ഈ ഈവൻറ്റ് ശരിക്കും സെമികോൺ ഇന്ത്യ എന്നുള്ളതാണ് ഈ ഈവൻറ്റിൻ്റെ പേര്. ഈ സെമികോൺ ഇന്ത്യ 2025 ഇനോഗ്രേറ്റ് ചെയ്യണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇറ്റ് ഈസ് ബീങ് സെഡ് ദാറ്റ് പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലും സെക്ടറിനും വേണ്ടിയിട്ട് കുറച്ച് റിഫോംസും കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് phase 2 ഓഫ് ചിപ്പ് പ്ലാൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ഈവൻറ്റ് വളരെ രസകരമാണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെ പോകുന്നുണ്ട്, ഞാനും ഉറ്റുനോക്കുന്നു അതിൻ്റെ ഒരു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ ഈ ASML ചീഫ് ഉണ്ടല്ലോ, ASML ചീഫ്, ഫോക്സ്ഫോണിൻ്റെ വൈസ് പ്രസിഡന്റ്, ഇവരെല്ലാം ഇന്നത്തെ ഈവൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ള അതൊരു ഗ്ലോബൽ ഈവൻ്റ് ആണെന്നുള്ളതാണ്. പിന്നെ ഒരു ബേൺസ്റ്റൈൻ്റെ നോട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് കംപ്ലീറ്റ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് ആണല്ലോ ഇനി സംസാരിക്കുന്നത്. ഈ 2 രാജ്യങ്ങളും എങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ബേൺസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയണമെന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ എമംഗ് 31 പ്രോഡക്ട്സ് ദാറ്റ് ചൈന ഇമ്പോർട്ട് ചെയ്യുന്ന 31 പ്രോഡക്റ്റിൽ ഇന്ത്യ ടോപ്പ് 5 സപ്ലയറായിട്ട് നിൽക്കുന്ന കാറ്റഗറികൾ വളരെ കുറവാണ്. അതായത് ഈ ഓരോ 31 പ്രോഡക്റ്റിലെയും ടോപ്പ് 5 കാറ്റഗറി ആൾക്കാർ.
ഓരോ 31 പ്രോഡക്റ്റിലെയും 5 കാറ്റഗറിയിൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇന്ത്യ ടോപ്പ് 5 എക്സ്പോർട്ടറായിട്ട് നിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചൈനയുടെ ഇമ്പോർട്ടറായിട്ട് നിൽക്കുന്നത്. അത് അവർ പറയുന്നത് ഫോൺസ്, ഓട്ടോ പാർട്സ്, അയൺ, സ്റ്റീൽ, ഈ ഒരു റീസണബിൾ സ്പേസ് മാത്രമേ ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിഫ്റ്റി ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 24,700, 24,740 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹഡിൽ തന്നെയാണ്. ആ ക്രിട്ടിക്കൽ ഹഡിൽ നമ്മളൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ, സസ്റ്റെയിൻഡ് റിക്കവറി ഇതിന് മുകളിൽ വരികയാണെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് അപ് ട്രെൻഡ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയാണ്. പിന്നെ 24,850 ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചോളൂ. 24,850 ബ്രേക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും 25,250 കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഹയറാണ്. 25,000 എങ്ങനെയാണ് സെല്ലിംഗ് വരണമെന്നുള്ളത് നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. സപ്പോർട്ട് സോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 24,470, അതായത് 24,500, 24,470 ആണ് ഒരു ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ 24,400, 24,340. ഈ പിന്നെ വരുന്ന ഒരു റേഞ്ച് 24,300, 24,200. അങ്ങനെ 3 ലെവലിൽ നമുക്ക് നോക്കാം ഇത് എവിടെ വന്നിട്ടാണ് തട്ടി തിരിച്ച് കയറുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നിപ്പോൾ ഫസ്റ്റ് വീക്കിലി എക്സ്പയറി അല്ലേ, ട്യൂസ്ഡേ വീക്കിലി എക്സ്പയറി ആദ്യമായിട്ട് നടക്കുകയാണെന്നുള്ള. പിന്നെ ഫ്രൈഡേ റിലയൻസിൻ്റെ AGM നമ്മൾ നടന്നല്ലോ. ഈ റിലയൻസ് AGMൻ്റെ ഈ IPO ഫസ്റ്റ് ഹാഫ് ഓഫ് നെക്സ്റ്റ് ഇയർ വരും എന്നാണല്ലോ പറഞ്ഞത്. ഒരു ബാക്ക് ഓഫ് ദ ഓൺവലോപ്പ് കാൽക്കുലേഷൻ മോട്ടിലാൽ ഓസ്വാൽ അല്ലെങ്കിൽ മോർഗൻ സ്റ്റാൻലി, CLSA, ജെഫ്രീസ്, അങ്ങനെ പല ബ്രോക്കറേജസിൻ്റെയും റിപ്പോർട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് വന്നിരുന്നു എന്നുള്ള. എനിക്ക് അതിൻ്റെ ആക്സസ് കുറച്ച് റിപ്പോർട്ട്സിൽ കിട്ടി. ഞാൻ വായിച്ചു നോക്കുമ്പോൾ അവരെല്ലാവരും വാല്യൂ ചെയ്തേക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് റിലയൻസ് ജിയോ, അതായത് ജിയോ അല്ല ഈ ജിയോൻ്റെ IPO വരുന്നത് ഏതാണ്ട് 30,000 കോടിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ 30,000 കോടിക്കാണ് റിലയൻസ് ജിയോ അല്ലെങ്കിൽ ജിയോ IPO വരുന്നതെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് IPO ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. ബീറ്റിംഗ് ഹ്യുണ്ടായി 27,869 crore മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത്, അത് 2024 അതിനെ ബീറ്റ് ചെയ്ത് ലാർജസ്റ്റ് IPO ആയി മാറാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിലാൽ ഓസ്വാലിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിക്കുമ്പോൾ ഈ ജിയോ പ്ലാറ്റ്ഫോം ലിമിറ്റഡ് JPL എന്നാണല്ലോ അതിനെ അറിയപ്പെടുന്നത്, അതിനെ വാല്യൂ ചെയ്തിരിക്കുന്നത് 11.9 lakh crores ആണ്, 11.9 ലക്ഷം കോടി. റിലയൻസിൻ്റെ സ്റ്റേക്ക് ഇൻ ജിയോ എന്ന് പറയുന്നത് 7.91 lakh crore എന്നാണ്. അതായത് റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 18 ലക്ഷം കോടിയാണ്. ഈ 18 ലക്ഷം കോടിയുടെ ഏതാണ്ട് ജിയോ മാത്രം 7.9 lakh crore ആണെന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 10 ലക്ഷം കോടിയിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? ബാക്കിയുള്ള 10 ലക്ഷം കോടിയിൽ പഴയ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്, രണ്ടാമത് ന്യൂ എനർജി ബിസിനസ്, റീറ്റെയിൽ സെക്ടർ, ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ 10 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ. 7.9 lakh crore തന്നെ ജിയോൻ്റെ വാല്യുവേഷൻ എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു വാല്യൂ അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ L&Tയുടെ സെമി കണ്ടക്ടർ ടെക്നോളജി, L&T സെമി കണ്ടക്ടർ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, L&Tയുടെ സബ്സിഡറിയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനയിൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ ആലോചിക്കുന്നു അടുത്ത കൊല്ലം എന്നുള്ള. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമോ, ഈ സെമി കണ്ടക്ടറിൽ അവരൊരു പ്ലാന്റ് തുടങ്ങുന്നു എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ചിപ്പ് ഡിസൈനിലാണ് കേട്ടോ, മാനുഫാക്ചറിംഗിൽ. അവർ പറയുന്നത് ഞങ്ങൾ ഡിസൈനിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചൈന ബേസ്ഡ് കമ്പനികൾക്ക് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അത് ഉണ്ടാക്കിയിട്ട് ചൈനീസ് കമ്പനീസിന് സപ്ലൈയും ചെയ്യും. അത് മാത്രമല്ല ഞങ്ങൾ ഈ പറയുന്ന പോലെ ഗ്ലോബലി ഞങ്ങൾ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഈ സെമി കണ്ടക്ടറിൻ്റെ വാല്യൂ ചെയിൻ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിൽ വലിയ മാർജിൻ ഇല്ല. ഇപ്പോൾ നമ്മൾ ടൈവാനീസ് ബേസ്ഡ് TSMC ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ മാർജിൻ എന്ന് പറഞ്ഞാൽ ചെറിയ വേഫർ തിൻ മാർജിനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ചിപ്പ് ഡിസൈൻ ചെയ്യണ കമ്പനീസാണ് 60 to 65% പ്രോഫിറ്റ് പൂളും വരുന്നതെന്നുള്ള. അവിടെയാണ് L&T കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർജിൻ കൂടുതലുള്ള ആ ഒരു ഫേസിലാണ് അവർ കയറുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അശോക് ലെയ്ലാൻഡും ഈ പറഞ്ഞ പോലെ ഒരു മാനുഫാക്ചറിങ് ലൈനപ്പ് തുടങ്ങുന്നു. 5,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്ട് EV ബാറ്ററി മാനുഫാക്ചറിങ് 5 തൊട്ട് 7 കൊല്ലം കൊണ്ട് ഏതാണ്ട് 5,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യാൻ പോകുന്നു. CALB ഗ്രൂപ്പ് ചൈനീസ് ആയിട്ട് അവരൊരു ടൈപ്പിന് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ബ്ലൂംബർഗ് റിപ്പോർട്ടിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാം. OpenAI ഇല്ലേ, നമ്മുടെ ChatGPTയുടെ മദർ കമ്പനി മൈക്രോസോഫ്റ്റ് ബാക്ക്ഡ് ആയിട്ടുള്ളവർ, അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്കൽ പാർട്ട്ണറിനെ സ്കൗട്ട് ചെയ്യുന്നു. എന്താ, ഒരു വലിയൊരു ഡേറ്റാ സെൻറ്റർ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി 1 GW ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇന്ന് പറയാനുള്ളത്. നമുക്കൊരു മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുക്കുന്നുണ്ട്. ഓവർ ടു യു അനില.
സൂരജ് സാർ, ഇന്നിപ്പോൾ നമ്മളുടെ ഒരു എല്ലാ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു സ്പോട്ട്ലൈറ്റിൽ പറയുന്ന സ്റ്റോക്സ് പല പ്രേക്ഷകരുടെയും പോർട്ട്ഫോളിയോ ഇടം പിടിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുന്നു എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷനായിട്ട് പ്രിയ പ്രേക്ഷകർ എടുക്കരുത്. ഇതെല്ലാം തന്നെ ഓരോരോ പുതിയ ബിസിനസ് സാധ്യതകൾ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. സാർ, ഇന്നത്തെ താങ്കളുടെ ഒരു ഫോക്കസിലേക്ക് വന്നൊരു വെറൈറ്റി ആയിട്ടൊരു ബിസിനസ് മോഡൽ ഏതാണ്? അനില, ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾ ഈ പറയുന്ന സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ എന്നുള്ളത്. ഞാൻ ഒരു സ്റ്റോക്ക് എന്നുള്ള രീതിയിലേ അല്ല ഞാനിത് അവതരിപ്പിക്കുന്നത്. നമ്മളിത് അവതരിപ്പിക്കുന്ന ഒരു ബിസിനസ് മോഡലിനെയാണ്. നമ്മൾ എന്തിനാണ് ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഉൾപ്പെടുത്തിയതെന്നറിയോ? നമ്മളൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ആയിട്ടല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന 1 hour പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഇത് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റാണ്. നമ്മളൊരു മീഡിയ ചാനൽ, അതായത് ഡിജിറ്റൽ മീഡിയ ചാനലാണ്. അതിനകത്ത് ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 1 hour പ്രോഗ്രാമാണ്. ഈ 1 hour പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ നോളജിന് നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ എല്ലാവരും നോളജിൽ പഠിപ്പിക്കുന്ന കാര്യം എന്താ? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അക്കാഡമിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താ? ഒന്നില്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്, അല്ലെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഈ 2 കാര്യങ്ങളാണ് പൊതുവെയുള്ള എല്ലാ വ്ളോഗർമാർ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ് റിസർച്ച് അനലിസ്റ്റുകളും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പാർട്ടാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ? നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന ന്യൂസിനെ എടുത്തു വച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരാന്ന് വെച്ചാൽ നമുക്കൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളൊരു ബികോമോ അക്കൗണ്ടൻസിയോ ഇതൊന്നും പഠിച്ചിട്ടല്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ അറിവുമില്ല, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് സ്പെൻഡ് ചെയ്യാൻ സമയവും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ രാവിലെ 8 മണിക്ക് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 5:30 അദ്ദേഹം ഇറങ്ങുന്നത്. അദ്ദേഹം മാർക്കറ്റിൻ്റെ ഓപ്പണും കാണുന്നില്ല, ഇതും കാണുന്നില്ല എന്നുള്ള. അപ്പോൾ ഈ വക വ്യക്തികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, നമ്മുടെ ചുറ്റും നടക്കുന്ന കറണ്ട് അഫയേഴ്സിനെ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ ബ്രെയിനിൻ്റെ വേറൊരു ഭാഗം കൂടെ ഓപ്പൺ ചെയ്തു തരാം. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതചര്യയിലും നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും എങ്ങനെയാണോ നിങ്ങളുടെ ചുറ്റും ഒരു സ്റ്റോക്ക് ഐഡിയാസ് ഉണ്ട് എന്നുള്ള ഒരു അക്കാഡമിക് സെഷനും കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയൽ ഡെസ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ന്യൂസ് പ്രോഗ്രാമും അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സും അല്ല. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്സിനെ, അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന സ്റ്റോക്സ് എന്തെങ്കിലും കാരണത്താൽ അത് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്യുവർ ലക്ക് തന്നെയാണ്. നമ്മുടെ കഴിവായിട്ട് തന്നെ ജനങ്ങൾ അതിനെ കാണരുത് എന്നുള്ളത്. കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരു കമ്പനിയുടെ സ്നാപ്ഷോട്ട് മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഒരു ബിസിനസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അതായത് നമ്മൾ അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു കമ്പനികളെ അവതരിപ്പിക്കാറില്ല. ഇത് തന്നെയാണ് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലെ റിസ്ക്കും തന്നെ. ഇപ്പം നമുക്ക് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റോക്കുകളെ നന്നായിട്ടുള്ളൂ എന്നുള്ള. ഇപ്പം നമ്മൾ ഈ ഫിനാൻഷ്യൽ ഷെനാനിഗൻസ് എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ പറയുന്ന കുറേ പാരാമീറ്റേഴ്സ്, അതായത് ക്ലാസിക് കമ്പനികൾ എങ്ങനെയായിരിക്കണം, ആ ലിസ്റ്റ് വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 25-30 ദിവസം കൊണ്ട് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലിസ്റ്റ് തീർന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് 2 പടി മുന്നോട്ട് വെച്ചിട്ട് കുറച്ച് ക്വാളിറ്റി സ്റ്റോക്സ് മാത്രം പറയുകയാണെങ്കിൽ വെറും 100-ൽ പരം സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് തരിക എന്ന് പറയുന്നത് നമുക്കൊരു ചലഞ്ചാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ചുറ്റും നടക്കുന്ന ന്യൂസിൽ നിന്ന് എന്താണോ നമുക്ക് അവതരിപ്പിക്കേണ്ടത് ആ ഒരു കാര്യമാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു ബിസിനസ്സായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു ബിസിനസ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, നിങ്ങൾ സ്റ്റോക്കിനെ അല്ല മേടിക്കുന്നത്, നിങ്ങളൊരു ബിസിനസ്സിനെയാണ് മേടിക്കുന്നത് എന്നുള്ള ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനെ ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള. കഴിയുന്നതും നമ്മൾ അവതരിപ്പിക്കുന്ന സ്റ്റോക്ക് കുറച്ച് ഭേദപ്പെട്ട ഇത്തിരി ഒരു തറവാടിത്തമുള്ളൊരു സ്റ്റോക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അഥവാ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനകത്ത് നോൺ ആയിട്ടുള്ള നെഗറ്റീവ്സ് ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കും. എന്നാൽ വളരെ രീതിയിലുള്ള, അതായത് നമ്മൾ 3 ബാസ്ക്കറ്റിലാണ് സ്റ്റോക്സിനെ കാണുന്നത്: ഗ്രേറ്റ്, ഗുഡ്, ഗ്രൂസം. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ്, ഗുഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗ്രേറ്റ് ആയിട്ടില്ല, ഗ്രേറ്റിലേക്ക് കയറാൻ പോകുന്ന സ്റ്റോക്സ് ആണ് ഗുഡ് എന്ന് പറഞ്ഞാൽ. ഗ്രൂസം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സ്റ്റോക്സ്. ഈ 3 സ്റ്റോക്സിനും ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ പറയുമ്പോൾ ഈ ക്വാളിറ്റി സ്റ്റോക്സ് മാത്രമല്ല പറയേണ്ടത്, ഈ ഗ്രൂസം സ്റ്റോക്സും പറയണം. അതായത് ഈ ഗ്രൂസം സ്റ്റോക്സ് ഗ്രൂസമിൽ നിന്ന് ഗുഡാവുകയും
ഗുഡിൽ നിന്ന് ഗ്രേറ്റ് എന്ന് പറയുന്ന ബാസ്ക്കറ്റിൽ കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് സ്റ്റോക്സ് എന്ന് പറയുന്നത്. പീറ്റർ ലിഞ്ചിന്റെ 6 കാറ്റഗറി ഓഫ് സ്റ്റോക്സിൽ ഒരു കാറ്റഗറി ഓഫ് സ്റ്റോക്സ് മസ്റ്റായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വേണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ടേൺ അറൗണ്ട് സ്റ്റോക്സ് വേണം എന്നും കൂടെ പറയുന്നത്. അപ്പം നമ്മൾ പല കാറ്റഗറിയിലുള്ള പല രീതിയിലുള്ള സ്റ്റോക്സ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. കഴിവതും നമ്മൾ അതിൻ്റെ പ്ലസും മൈനസും പറഞ്ഞ് രണ്ട് വശവും പറഞ്ഞ് ആ ബിസിനസ് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ജീവിതചര്യയിൽ നിന്ന് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ടേ എന്നുള്ളൊരു പാഠം കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഓപ്പണിംഗ് അവർ ഷോവിൻ്റെയും ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ അവതരിപ്പിക്കുന്ന സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഒരു ഫ്ലാറ്റിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഡ്രിങ്കിങ് വാട്ടറായിട്ട് വരുന്നത്. പക്ഷേ പലപ്പോഴും ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ ഡ്രിങ്കിങ് വാട്ടർ സഫീഷ്യൻ്റ് അല്ല സമ്മർ ടൈമൊക്കെ ആകുമ്പോൾ. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ പതിയെ തന്നെ ശരിക്കും പറഞ്ഞാൽ വാട്ടർ സപ്ലൈ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള വാട്ടർ നമ്മൾ ടാങ്കർ വാട്ടർ എടുത്തിട്ട് നമ്മൾ ടാങ്കിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇത് ഫിൽട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ ചൂടാക്കി കുടിക്കുക. അതിൻ്റെ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു മെട്രോ സിറ്റിയായ ബാംഗ്ലൂരോ ബോംബെയിലൊക്കെ ചെന്ന് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ വരുന്നത് ഇപ്പോൾ ചെന്നൈയിലൊക്കെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് പോയത്. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ 1 മണിക്കൂറിൽ മാത്രമേ വെള്ളം വരുള്ളൂ എന്നുള്ള ആ സമയത്ത് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കേരളത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഗവൺമെൻറ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളും അതിനകത്തേക്ക് തന്നെ പോവും എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ, ഹൈജീനിക് വാട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ലാർജർ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ അതായത് 74-ലാണ്, അതായത് 51 വയസ്സായി എനിക്ക്. ഞാനിപ്പോൾ 74-ലാണ് ജനിച്ചത്. എൻ്റെയൊക്കെ തുടക്ക സമയത്തിൽ ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ വെല്ലുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളതിനെ കിണർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. കിണറിൽ സാധാരണ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ആ ഒരു പിങ്ക് കളർ സാധനം, അതായത് തുരിശ് എന്ന് പറയുന്ന സാധനം ഇട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ കാലക്രമേണ ഞാനിത് പറയുന്നത് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാഴ്ചകളും മാറ്റങ്ങളുമാണ് ഞാൻ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ കൂടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെയാണ് ഞാനൊരു കഥ പോലെ പറയാൻ, ഒരു സിനിമ കഥ പോലെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വെൽ വാട്ടർ, അതായത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്ന കാലത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് കണ്ടത് എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പോലെ 2 ലെയറുള്ള ഒരു ടാങ്ക് പോലത്തെ ഒരു സാധനം വന്നത്. അതിനായിരുന്നു വാട്ടർ ഫിൽറ്റർ എന്ന്. ആ വാട്ടർ ഫിൽറ്റർ ഇടയ്ക്ക് മദറും ഗ്രാൻഡ് മദറും ഒക്കെ അതിൻ്റെ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്യുന്നത് കാണാം. അതായിരുന്നു നമ്മുടെ ഒരു പ്യൂരിഫിക്കേഷൻ സിസ്റ്റമായിട്ട് നമ്മൾ അന്ന് യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നതെന്നുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കാണാൻ തുടങ്ങിയത് ഏതാണ്ട് ഈ വാട്ടർ പ്യൂരിഫയറിനുള്ള ഡിമാൻഡ് വളരെ ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1982-ൽ ഒരു പുതിയതായിട്ടുള്ള പ്രോഡക്റ്റ്, ഒരു അതിഥിയായി വീട്ടിലേക്ക് വരുന്നതെന്നുള്ള. ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ യുറേക്ക ഫോബ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഇവർ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വാട്ടർ ഈ 1982-ലാണ് ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ ഫോർബ്സ് ക്യാമ്പിലും ഈ ഇലക്ട്രോലെക്സ് എന്ന് പറഞ്ഞ സ്വീഡനും കൂടെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ യുറേക്ക ഫോബ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിലേക്ക് വാട്ടർ ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഈ വാട്ടർ പ്യൂരിഫയർ വരുന്നത് പിന്നെയാണ്. പക്ഷേ ഈ ബ്രാൻഡ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് 1982-ലാണ്. 82-ൽ അവർ ആദ്യമായിട്ട് വരുന്നത് വാക്യൂം ക്ലീനറായിട്ടാണ്. അപ്പോൾ വാക്യൂം ക്ലീനർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വാക്യൂം ക്ലീനറൊന്നും നമ്മൾ കണ്ടിട്ടില്ല 1983-84 ഒക്കെ. പിന്നെ നമ്മൾ കൂടുതലും കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അന്നത്തെ ഒരു ബിസിനസ് മോഡൽ എന്താണ്, ഡയറക്റ്റ് ഹോം ടു സെയിലാണ്. അത് നമ്മളിങ്ങനെ പെട്ടെന്ന് വീട്ടിലിരിക്കാൻ നേരത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ബൈക്കിൽ ഒരു ചേട്ടൻ വരും. ആ ചേട്ടൻ അന്ന് നമ്മളൊക്കെ ഒരു ആശ്ചര്യത്തിൽ കണ്ടിരുന്നത് വെച്ചാൽ അന്ന് ഫുൾ സ്ലീവ്സ് ഇടുന്നു, ടൈ ഇടുന്നു, കോട്ടൊക്കെ ഇട്ടിട്ട് അവർ വന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പിച്ച് ചെയ്യുന്നു. ഡെമോൺസ്ട്രേഷൻ വീട്ടിൽ തന്നെ വാക്യൂം ക്ലീനർ ചെയ്ത് കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു അന്നത്തെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ പഴയ സിനിമയൊക്കെ നമ്മൾ 70s-ലെ നമ്മുടെ നസീർ സാറിൻ്റെയും മധു സാറിൻ്റെ ഉമ്മർ സാറിൻ്റെ ഒക്കെ സിനിമ കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലായി അവർ അന്ന് കോട്ടും സൂട്ടും ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ അത് 80s ആയപ്പോൾ ആ കൾച്ചർ ഞങ്ങൾ കണ്ടു തുടങ്ങിയില്ല. ലേറ്റ് 70s-ലും 80s-ലും ഞങ്ങൾ കണ്ടു തുടങ്ങിയില്ല. പിന്നെ അത് കണ്ടു തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ടു ഹോം ഈ വാക്യൂം ക്ലീനറിൻ്റെ സെയിൽസ്, യുറേക്ക ഫോബ്സിൻ്റെ സെയിൽസിന് വരുന്ന എക്സിക്യൂട്ടീവ് ചേട്ടന്മാരിലാണ് ഈ പറഞ്ഞ പോലെ ടൈ ഒക്കെ കണ്ടത്. അതുകൊണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് അട്രാക്ട് ചെയ്തായിരുന്നു. അതായത് കോർപ്പറേറ്റ് ജോലി എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നത് യുറേക്ക ഫോബ്സ് എന്നുള്ളതാണ്. അപ്പോൾ യുറേക്ക ഫോബ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ മുന്നിൽ വാക്യൂം ക്ലീനർ അവതരിപ്പിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ആ വാക്യൂം ക്ലീനറിൽ നിന്ന് അവർ മൈഗ്രേറ്റ് ചെയ്ത് ഇന്നോവേറ്റ് ചെയ്ത് അവർ വാട്ടർ പ്യൂരിഫയേഴ്സിലേക്ക് വന്നു. ആ വാട്ടർ പ്യൂരിഫയേഴ്സിന് അവരൊരു ബ്രാൻഡ് കൊണ്ടുവന്നു. അക്വാ ഗാർഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് അവതരിപ്പിച്ചതെന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കാലത്ത് അവർ റോബോട്ടിക് വാക്യൂം ക്ലീനർ വന്നു. പണ്ടൊക്കെ
പണ്ടൊക്കെ വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളായിട്ട് തന്നെ സെൽഫായിട്ട് യൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ റോബോട്ടിക് വാക്യൂം ക്ലീനർ തന്നെത്താനെ നമ്മളത് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ തന്നെത്താനെ അത് പോയി ക്ലീൻ ചെയ്ത് അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് തിരിച്ച് അതിൻ്റെ ഷെഡിൽ കയറി ഇരിക്കുന്ന ഒരു രീതിയിലാണ് അത് കാണാമെന്നുള്ളത്. പിന്നെ അവർ അതിനകത്ത് ഓരോ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് എയർ പ്യൂരിഫയറിലേക്ക് കടന്നു. അതുകൂടാതെ ഒരുപാട് വാട്ടർ സൊല്യൂഷൻ, അതായത് വാട്ടർ സോഫ്റ്റ്നേഴ്സ്, സെഡിമെൻറ്റ് ഫിൽറ്റേഴ്സ്, അയൺ റിമൂവർ, ഇങ്ങനത്തെയൊക്കെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ അവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ യുറേക്ക ഫോബ്സ് എന്ന് പറഞ്ഞാൽ ഫോബ്സ് കമ്പനി, അതായത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഹോൾഡ് ചെയ്ത ഷപ്പൂർജി പല്ലോൻജി ഗ്രൂപ്പാണ്. ഷപ്പൂർജി പല്ലോൻജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടാറ്റയുടെ മദർ കമ്പനിയായ ടാറ്റ സൺസിൻ്റെ ഷെയർ ഹോൾഡറാണ്, പാർസി ഫാമിലി ആണെന്നുള്ളത്. അവരായിരുന്നു ശരിക്കും പറഞ്ഞാൽ യുറേക്ക ഫോബ്സിൻ്റെ ഓണർ എന്നുള്ളത്. എന്നിട്ട് അവർ 2021 അമേരിക്കൻ ബേസ്ഡ് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയറായ അഡ്വെൻറ്റ് ഇൻ്റർനാഷണൽ ഇവർ സെല്ല് ചെയ്തു എന്നുള്ള. ഈ അഡ്വെൻറ്റ് ഇൻ്റർനാഷണൽ ശരിക്കും പറഞ്ഞാൽ 2022 കാര്യം അന്ന് വരെ ശരിക്കും പറഞ്ഞാൽ യുറേക്ക ഫോബ്സ് നല്ല രീതിയിൽ ബിസിനസ് നടന്നെങ്കിൽ ഒരു 10 കൊല്ലത്തേക്ക് ബിസിനസ്സൊക്കെ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു. അതിനെ ടേൺ അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ് നമ്മുടെ ഡൊമിനോസ് പിസാൻ്റെ ഫ്രാഞ്ചൈസി കമ്പനി ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന CEO പ്രതീക് പോട്ടേനെ അവർ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആക്കി യുറേക്ക ഫോബ്സിൻ്റെ എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കമ്പനിയുടെ ടേൺ അറൗണ്ട് തുടങ്ങുന്നത്. എന്നാൽ ഈ പറയുന്ന പോലെ ലേറ്റർ പാർട്ടിൽ എനിക്ക് തോന്നുന്നു 2022 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ അഡ്വെൻറ്റ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ PE ലിക്സിൽ ജപ്പാൻ എന്ന് പറയുന്ന ഗ്ലോബൽ ലീഡർ ഇൻ വാട്ടർ ആൻഡ് ഹൗസിംഗ് പ്രോഡക്ട്സ്, ജാപ്പനീസ് ബേസ്ഡ് ഗ്ലോബൽ ലീഡർ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ലിക്സിലിന് സെല്ല് ചെയ്ത് മാറിയായിരുന്നു. പക്ഷേ പ്രതീക് പോട്ട അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. പ്രതീക് പോട്ട എന്ത് ചെയ്തു, ഗൗരവ് ഖണ്ഡേവാൽ എന്ന് പറഞ്ഞൊരു CFOനെ കൂടെ കൊണ്ടുവന്നു. ആ CFO എന്ന് പറഞ്ഞാൽ ഓയോ, എയർടെൽ, യൂണിലിവറിലൊക്കെ വർക്ക് ചെയ്താണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ടേൺ അറൗണ്ട് ചെയ്യുന്നത്. യുറേക്ക ഫോബ്സ് നല്ല ബ്രാൻഡാണെങ്കിൽ അടുത്ത കാലത്ത് ഒരുപാട് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ വന്നു. കെൻഡാറോ, ഹെമമാലിനി ബാങ്ക് അംബാസിഡർ ആയിട്ടുള്ള ഒരു ബ്രാൻഡുണ്ട്. കെൻഡാറോ ഒക്കെ ഭയങ്കരമായിട്ട് വന്നത് കാരണം ഇതിനെ ടേൺ അറൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ പ്രതീക് പോട്ടയും ഗൗരവ് ഖണ്ഡേൽവാലും കൂടെ ചെയ്തതെന്നുള്ള. അവർ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ട്രാറ്റജി റീഓർഗനൈസ് ചെയ്ത് ടീമിനെയൊക്കെ ഒന്ന് റിജുവിനേറ്റ് ചെയ്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടാക്കി അവർ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ടേൺ അറൗണ്ട് ചെയ്തു എന്നുള്ള. ഇപ്പോൾ ഈ കമ്പനിയുടെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 2437 കോടിയുടെ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് 164 കോടിയാണ്. നെറ്റ് സർപ്ലസ് ക്യാഷ് ഏതാണ്ട് 230 കോടി മുതൽ 250 കോടിയായി. ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് റേഞ്ചിൽ ഉണ്ടായിരുന്ന അവിടെ നിന്ന് പ്രതീക് പോട്ട ഈ പറഞ്ഞ പോലെ കമ്പനി റീ എഞ്ചിനീയറിംഗ് ചെയ്ത് റീമോഡൽ ചെയ്ത് റീസ്ട്രാറ്റജൈസ് ചെയ്ത് അതിനെ ഒരു ക്യാഷ് സർപ്ലസ് കമ്പനിയായി മാറ്റി എന്നുള്ളതാണ്. ഏതാണ്ട് ആനുവലി അവരൊരു ക്യാപെക്സ് ഗൈഡൻസ് എന്ന് പറയുന്നത് 50 തൊട്ട് 60 കോടിയുടെ വരെ ക്യാപെക്സ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അണ്ടർ പെനിട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. ഇതിന് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്കും അറിയാം ഇവിടെയുള്ള ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ വാട്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ വീടുകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ടർ പ്യൂരിഫയർ ആയി എന്നുള്ള അത് നല്ല രീതിയിലേക്ക് ഇപ്പോൾ റൂറൽ സെമി അർബൻ ഏരിയകളിലേക്കും കൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 560 രൂപയാണ്. മാർക്കറ്റ് ക്യാപ്പ് 10,870 കോടി. അതായത് 2022 ഒക്ടോബറിൽ 525 രൂപ തന്നെ ആയിരുന്നു. അതായത് ഞാൻ പറയുന്നത് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് ഈ സ്റ്റോക്ക് ഒരിടത്തും പോയിട്ടില്ല. 2022 ഒക്ടോബറിലൊക്കെ ഏതാണ്ട് 525 ട്രേഡ് ചെയ്ത കമ്പനി ഇപ്പോഴും ഏതാണ്ട് 550-560 തന്നെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 കൊല്ലത്തിൽ ഒരു ടൈം കറക്ഷൻ, പ്രൈസ് കറക്ഷൻ വലുതായിട്ട് സംഭവിച്ചില്ലെങ്കിലും ഒരു ടൈം കറക്ഷൻ ഈ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ പറയുന്ന പോലെ ഈ GST റിഡക്ഷനും ഒരു കൺസംഷൻ ബൂമും വരുമ്പോൾ നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ആയ TV, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, മൈക്രോവേവ്, ഓവൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 1200 cc താഴെയുള്ള പെട്രോൾ കാർ, 1500 cc താഴെയുള്ള ഡീസൽ കാർ ഒക്കെ AC-കളൊക്കെ മാത്രം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഈ വാട്ടർ പ്യൂരിഫയറിനെയും വാക്യൂം ക്ലീനറിനെയും മറന്നു പോകരുത്. നമ്മൾ പ്ലൈവുഡും കൂടെ നമ്മൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കാണ് യുറേക്ക ഫോബ്സ് ലിമിറ്റഡ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഇൻഫർമേഷനും യാതൊരു വിധത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനല്ല. ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് നാളെ പുതിയൊരു എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.